വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പക്ഷവാത രോഗിയായൊരു മനുഷ്യന് പാപമോചനം നൽകി കിടക്കയെടുത്ത് വീട്ടിൽ പോകത്തക്കവണ്ണം സൗഖ്യം നൽകി ഭവനത്തിലേക്ക് അയക്കുന്ന കർത്താവിൻ്റെ സൗഖ്യമാക്കൽ ശുശ്രൂഷയെക്കുറിച്ച് മർക്കോസ് 2:1-12 വരെയുള്ള ഭാഗത്ത് വായിക്കുന്നു. കഫർനഹൂമിലെ ഏതോ ഒരു ഭവനത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ആരുടെ ഭവനമെന്നറിയില്ല. എന്നാൽ ആ ഭവനത്തെക്കുറിച്ച് നാട്ടിൽ ഒരു ശ്രുതി ഉണ്ടായി. യേശു ആ ഭവനത്തിലുണ്ട്. 2025 364 ദിവസമാണ് ഇന്ന്. ഈ 364 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം യേശു നമ്മുടെ ഭവനത്തിൽ വന്നിട്ടുണ്ടോ? പണ്ട് കാലങ്ങളിൽ മിക്ക ഭവനങ്ങളെയും അലങ്കരിച്ചിരുന്ന ഒരു ബോർഡുണ്ടായിരുന്നു. ജീസസ് ഈസ് ദ ഹെഡ് ഓഫ് ദിസ് ഹൗസ്, the unseen guest of every meal, the silent listener of every conversation. ഇപ്പോൾ ഈ ബോർഡ് എങ്ങുമേ കാണാനില്ല. ഇന്ന് നമ്മുടെ ഭവനങ്ങളെക്കുറിച്ച് നമ്മുടെ ചുറ്റിലും ഉള്ള ശ്രുതി എന്തായിരിക്കും? കുടുംബമായി രാവിലെയും വൈകുന്നേരവും ഒരുമിച്ചിരുന്ന് പാട്ടുകൾ പാടി പ്രാർത്ഥിക്കുന്ന ഭവനം, കലഹിക്കാത്ത ഭവനം, പരസ്പരം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഭവനം, വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും കരുതുകയും ചെയ്യുന്ന ഭവനം. ഈ വിധത്തിലുള്ളൊരു ശ്രുതി മറ്റുള്ളവരിൽ നമുക്ക് ലഭിക്കുമോ? കഫർനഹൂമിലെ ഈ ഭവനത്തിൽ യേശു ഉണ്ടെന്ന് ശ്രുതിയായി. വാതിൽക്കൽ പോലും ഇടമില്ലാതെ വന്നും അനേകർ കൂടി വന്നവർ യേശുവിൻ്റെ വചനം കേട്ട് അനുഗ്രഹം പ്രാപിക്കത്തക്കവണ്ണം തൻ്റെ ഭവനത്തെ പേരുപോലും പറയാത്ത ആ മനുഷ്യൻ വിട്ടുകൊടുത്തു. പക്ഷവാത രോഗിയെ യേശുവിൻ്റെ മുൻപിൽ കൊണ്ടുവരുന്നതിന് നഷ്ടം സഹിച്ച് പുരിയുടെ മേൽക്കൂര പൊളിക്കുവാൻ അനുവാദം നൽകി. ഇതൊക്കെ ചെയ്ത ഈ മനുഷ്യൻ ആരാണ്? നമുക്ക് ആർക്കും അറിയില്ല. ഈ മനുഷ്യനുമായി നമ്മെ ഒന്ന് താരതമ്യം ചെയ്യാം. ഈ ഒരു വർഷം സുവിശേഷത്തിൻ്റെ പ്രസിദ്ധിക്ക് വേണ്ടി നാം എന്തെങ്കിലും ത്യാഗം അനുഷ്ഠിച്ചിട്ടുണ്ടോ? കർത്താവിന് വേണ്ടി നമ്മുടെ സ്ഥാനം, പദവി, സമ്പത്ത് മുതലായവ നഷ്ടപ്പെടുത്തുവാൻ നാം തയ്യാറായിട്ടുണ്ടോ? അതിനു പകരം എന്തെങ്കിലും സേവനമോ കരുതലോ നൽകിയിട്ട് ഉണ്ടെങ്കിൽ അത് 4 പേർ അറിയണമെന്നല്ലേ നാം ആഗ്രഹിച്ചിട്ടുള്ളത്? ഇത്തരണത്തിൽ യോഹന്നാൻ സ്നാപകൻ്റെ മുദ്രാവാക്യം നമുക്ക് ശ്രദ്ധിക്കാം. അവൻ വളരെയണം, ഞാനോ കുറയണം. യോഹന്നാൻ 3:30. കർത്താവിന് വേണ്ടി നഷ്ടം സഹിപ്പാൻ നാം തയ്യാറായിട്ടുണ്ടോ? നമ്മുടെ ഭവനവും നമുക്കുള്ളതും യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ക്രിസ്തുവിന് വേണ്ടി നഷ്ടം സഹിക്കുവാൻ തയ്യാറാകുമ്പോഴാണ് അനുഗ്രഹത്തിൻ്റെ വഴികൾ തുറക്കുന്നത്. ആഗ്രഹിക്കുന്ന വിധത്തിൽ ഇന്നുവരെ ഒന്നും നടന്നിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്കുള്ളതിനെ കർത്താവിന് വിട്ടുകൊടുക്കുവാനുള്ള മനസ്സ് നമുക്കില്ലായിരുന്നു എന്നതാണ്. ക്രിസ്തു വസിക്കുന്ന ഈ ഭവനത്തിൽ 4 സ്നേഹിതർ കൂടി ഒരു പക്ഷവാത രോഗിയെ കിടക്കയോടുകൂടി എടുത്ത് പുരിയുടെ മേൽക്കൂര പൊളിച്ച് യേശുവിൻ്റെ മുൻപിൽ ഇറക്കി വെച്ചു. ഈ രോഗിയെ കർത്താവിൻ്റെ അടുക്കൽ എത്തിക്കുവാൻ എത്ര അധ്വാനമാണ് അവർ നടത്തിയത്, എത്ര സമയമാണ് ചെലവഴിച്ചത്. രോഗിയെ അവൻ ഭവനത്തിൽ നിന്ന് യേശുള്ള ഭവനത്തിൽ കൊണ്ടുവന്നു. പുരിയുടെ മുകളിൽ കിടക്കയോടെ അവൻ എടുത്തു കയറ്റി പുരിയുടെ മേൽക്കൂര പൊളിച്ചു. എത്ര വലിയ അധ്വാനം അവർ നടത്തി. ഈ വിധത്തിലൊക്കെ ചെയ്യുവാനുള്ള കാരണം ഈ രോഗിയായ മനുഷ്യനെക്കുറിച്ച് അവർക്ക് ഹൃദയഭാരമുണ്ടായി. രോഗി അനുഭവിക്കുന്ന ശാരീരിക വേദന തങ്ങളുടെ വേദനയായി അവർ കണ്ടു. അവനു വേണ്ടി സമയം ചെലവിടുവാൻ അവർ തയ്യാറായി, അധ്വാനിപ്പാനും തയ്യാറായി. വീട് പൊളിച്ച് അവർ പിന്നീട് അത് നന്നാക്കി കൊടുത്തേ മതിയാകൂ. അതിന് ചിലവുണ്ടാകും. അതിൻ്റെ ചിലവ് വഹിപ്പാനും അവർ തയ്യാറായി. എന്ത് നഷ്ടം വന്നാലും സാരമില്ല, ഈ മനുഷ്യന് സൗഖ്യം ലഭിക്കണം. ഇത്തരണത്തിൽ നമ്മെ ഒന്ന് പരിശോധിക്കാം. നമുക്ക് ചുറ്റിലും വിവിധ സാഹചര്യങ്ങളിൽ വേദനിക്കുന്ന അനേകരുണ്ട്. അവർ അനുഭവിക്കുന്ന വേദനയെ നമ്മളുടെ വേദനയായി കാണുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അവർക്ക് വേണ്ടി നമുക്കുള്ളതിനെ ചെലവിടുവാൻ നാം തയ്യാറായിട്ടുണ്ടോ? വേദനിക്കുന്നവരോടുള്ള നമ്മുടെ കരുതൽ കർത്താവിന് നൽകുന്നതാണ്. അതാ കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളത്. വേദനിക്കുന്നവരിൽ കർത്താവിനെ കാണുവാൻ നമുക്ക് കഴിയണം. ഇവർ 4 പേരും ഒന്നിച്ചു നിന്നു.
സഭയും വിശ്വാസ സമൂഹവും ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് വേദനിക്കുന്നവരുടെ വേദനയിൽ പങ്കുചേരുവാൻ കഴിയുന്നത്. ഒരു പുതിയ വർഷത്തിലേക്ക്, അതായത് 2026 ഒരു ദിവസം കൂടി കഴിയുമ്പോൾ നാം പ്രവേശിക്കുകയാണ്. നമുക്കുള്ളതിനെ പങ്കുവെച്ച് വേദനിക്കുന്നവരുടെ വേദനയിൽ പങ്കുചേർന്ന് ദൈവരാജ്യ മഹത്വത്തിനായി അധ്വാനിപ്പാനുള്ള തീരുമാനം നാം എടുക്കുമോ? സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ സമ്പത്തും എൻ്റെ ധനവും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ ആയുസ്സും എൻ്റെ ഭാവിയും നീ എനിക്കു തരുന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. കർത്താവേ, എനിക്ക് നീ തന്നതെല്ലാം ദൈവനാമഹത്വത്തിനായി ചെല്ലുവാനുള്ള മനസ്സ് എനിക്ക് തരണമേ. ആമേൻ.